മന്ത്രവാദിനികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ ഒരു കൊച്ചു പെൺകുട്ടി മാജിക് ഒക്കെ പഠിച്ച് ഫസ്റ്റ് റാങ്കോടെ പാസ്സായി. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് ക്ലാസ് ടീച്ചർ ഒരു പവർഫുൾ ആയ ക്രിസ്റ്റൽ ബോൾ സമ്മാനമായി കൊടുത്തു. എന്നാൽ ഇതറിഞ്ഞ അവളുടെ ക്ലാസ്സിലെ മറ്റൊരു പെൺകുട്ടി അവളുടെ മാജിക് യൂസ് ചെയ്ത് ആ ക്രിസ്റ്റൽ 4 പീസായി തകർത്തു കളഞ്ഞു. ഈ 4 പീസും ഇനി ഒന്നാക്കണമെങ്കിൽ 3 മന്ത്രവാദിനികളുടെ സഹായം വേണം. അങ്ങനെ കൊച്ചു പെൺകുട്ടി ആ മന്ത്രവാദിനികളെ തേടി പോകുന്ന സാഹസിക യാത്രയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് കഥയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് മന്ത്രവാദിനികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. പല രീതിയിലുള്ള പവേഴ്സ് ഉള്ള കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോഴാണ് ടീച്ചർ ഒരു കുട്ടിയെ വിളിച്ചിട്ട് നിന്റെ ഉള്ളിലുള്ള പവർ എന്താണെന്ന് കാണിക്കാൻ പറയുന്നത്. ഉടനെ തന്നെ ആ പെൺകുട്ടി അവളുടെ മാന്ത്രിക വടി ഉപയോഗിച്ച് കരിഞ്ഞുപോയ ഒരു റോസാപ്പൂ വീണ്ടും പഴയ പോലെയാക്കി. അത് കണ്ടതും ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളും കൈയടിച്ചു. എന്നാൽ ആ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടി മാത്രം കൈയടിക്കാതെ അവളെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മാജിക് കാണിച്ച ഈ പെൺകുട്ടിയില്ലേ, ഇവളാണ് നമ്മുടെ കഥയിലെ നായിക. അങ്ങനെ ക്ലാസ്സിലുള്ള ഓരോ കുട്ടികളും അവരുടെ പവർ എന്താണെന്ന് കാണിച്ചു. ആരൊക്കെ പാസ്സായെന്നും ആരൊക്കെ ഫെയിലായെന്നും ക്ലാസ് ടീച്ചർ അനൗൺസ് ചെയ്യാൻ പോകുവാണ്. വരാൻ പോകുന്ന വിച്ചസ് വാൾ പാർട്ടിയിൽ, അതായത് ഹാലോവിൻ ഡേയിൽ നടക്കുന്ന മന്ത്രവാദിനികളുടെ പാർട്ടി. ഈ പാർട്ടിയിൽ ഇപ്പോൾ പാസ്സാകുന്ന കുട്ടികളെ ഒരു പൂർണ്ണ മന്ത്രവാദിനികളായി അംഗീകരിക്കും. അങ്ങനെ ടീച്ചർ ആരൊക്കെ പാസ്സായെന്ന് കുട്ടികളോട് പറഞ്ഞിട്ട് അന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചു. എല്ലാ കുട്ടികളും വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് ടീച്ചർ വന്ന് നായികയോട് സംസാരിക്കുന്നത്. എന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ക്രിസ്റ്റൽ ബാൾ എടുത്ത് നായികയെ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഒരുപാട് പവർഫുൾ ആയ ഒരു ക്രിസ്റ്റലാണ്. നമ്മുടെയൊക്കെ ഫ്യൂച്ചർ വരെ ലൈവായി ഇതിലൂടെ കാണാൻ പറ്റും. എന്നാൽ ഇത് കേട്ടത് നായിക ചോദിച്ചു, അല്ല ടീച്ചർ, വിച്ചസ് ബാളിൽ ഞാൻ ഗ്രാജുവേറ്റ് ആകുമ്പോഴല്ലേ ഇതുപോലെ ക്രിസ്റ്റൽ ബാൾ തരുന്നത്? പിന്നെന്തിനാ എനിക്ക് ഇത്ര നേരത്തെ തരുന്നത്? അത് കേട്ടതും ടീച്ചർ പറഞ്ഞു, ഓരോ ബാച്ചിലും ആരാണ് ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നത് അവർക്ക് ഞങ്ങൾ ക്രിസ്റ്റൽ ബാൾ നേരത്തെ കൊടുക്കും. അത് മാത്രവുമല്ല, ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നവർ വിച്ചസ് ഡേക്ക് ഒരു സ്പീച്ചും കൊടുക്കും. നിന്റെ ബാച്ചിൽ ഏറ്റവും നല്ല ബെസ്റ്റ് സ്റ്റുഡന്റ് നീയാണ്. അതുകൊണ്ടാണ് ഞാനിത് നിനക്ക് നേരത്തെ തരുന്നത്. ഇത് വളരെ പവർഫുൾ ആണ്. അതുകൊണ്ട് നീ ഇത് നന്നായി സൂക്ഷിക്കണം. അത്രയും പറഞ്ഞ് ടീച്ചറെ ക്രിസ്റ്റൽ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടുന്ന് പോയി. എന്നാൽ ഇവർ ഈ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ജാസ്മിൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ടീച്ചർ അവിടുന്ന് പോയി കഴിഞ്ഞതും അവൾ നേരെ ചെന്ന് നായികയോട് പറഞ്ഞു, നീ ഇല്ലായിരുന്നെങ്കിൽ ടീച്ചർ ഈ ക്രിസ്റ്റൽ എനിക്ക് തന്നേനെ. പിന്നെ നിനക്കൊരു കാര്യം അറിയാമോ, നീ ഒരു ഹാഫ് ബ്രീഡ് ആണ്. അതായത് നീ ഒരു പൂർണ്ണ മന്ത്രവാദിനിയല്ല. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്റ്റൽ കിട്ടാൻ നീ ഒട്ടും യോഗ്യനല്ല. എന്നാൽ ഇത് കേട്ടത് നായിക പറഞ്ഞു, എന്റെ അമ്മ ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷെ അവരും ഈ വർഷം എന്റെ കൂടെ നല്ലൊരു മന്ത്രവാദിനെ ഗ്രാജുവേറ്റ് ആകും. അതുകൊണ്ട് ഇത് കിട്ടാൻ ഞാൻ യോഗ്യനാണെന്നും പറഞ്ഞ് അവൾ ആ ക്രിസ്റ്റൽ എടുത്ത് പൊക്കി കാണിച്ചതും ജാസ്മിൻ അവളുടെ മാന്ത്രിക വടി ഉപയോഗിച്ച് ആ ക്രിസ്റ്റൽ 4 പീസായി പൊട്ടിച്ചു കളഞ്ഞു. അത് കണ്ട് സന്തോഷത്തോടെ ജാസ്മിൻ അവിടുന്ന് പോയി. എന്നാൽ ഇത് കണ്ട നായിക ആകെ തകർന്നുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആ പൊട്ടി ക്രിസ്റ്റലും എടുത്ത് ബാഗിൽ ഇട്ടുകൊണ്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചുപോയി. പിന്നീട് കാണിക്കുന്നത് നായികയുടെ പേരൻസിനെയാണ്. നായികയുടെ അച്ഛനൊരു മന്ത്രവാദിയാണ്. ഒരു സാധാരണ പെൺകുട്ടിയാണ് അയാൾ പ്രേമിച്ച് വിവാഹം ചെയ്തത്. അതുകൊണ്ടാണ് ജാസ്മിൻ നായികയോട് അവൾ ഹാഫ് ബ്രീഡ് ആണെന്ന് പറഞ്ഞത്. നായികയുടെ അമ്മ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് മന്ത്രവാദിനികളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. നായികയുടെ കൂടെ ഈ വർഷം ഗ്രാജുവേറ്റ് ആക്കാൻ പോകുവാണ്. അപ്പോഴാണ് പെട്ടെന്ന് അവർക്കൊരു കോള് വരുന്നത്. സാധാരണ ഈ നാട്ടിൽ മന്ത്രവാദിനികൾ കോൾ ചെയ്യുന്നത് ഫോണിലൂടെയല്ല. ഓരോരുത്തർക്കും ഓരോ പെറ്റ് കാണും. ആ പെറ്റ് വഴിയാണ് അവർ കോൾ ചെയ്ത് സംസാരിക്കുന്നത്. ഓപ്പോസിറ്റ് കോളിലുള്ളയാൾ എന്താണോ പറയുന്നത് അത് പെറ്റ് സംസാരിക്കുന്നത് പോലെയായിരിക്കും നമ്മൾ കേൾക്കുന്നത്. നായികയുടെ അമ്മ ഇപ്പൊ കോൾ ചെയ്തത് അവരുടെ അച്ഛനായിരുന്നു. കോൾ അറ്റൻഡ് ചെയ്തതും അവളുടെ നായ സംസാരിക്കാൻ തുടങ്ങി. എന്റെ കൊച്ചുമകൾ ഗ്രാജുവേറ്റ് ആകാൻ പോകുവാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ. അതുകൊണ്ട് അവളെ കാണാനായി ഞാൻ അങ്ങോട്ടേക്ക് വരുവാണെന്നും പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്തു. അപ്പോഴാണ് നായിക സ്കൂള് വിട്ട് വീട്ടിലേക്ക് എത്തുന്നത്. പെട്ടെന്നാണ് ഒരാൾ നായികയുടെ അടുത്തേക്ക് വന്ന് ഏതോ ഒരു ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ നായികയ്ക്ക് അത് കേട്ടതും ചിരി വന്നു. ആരമ്മ ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? അത് കേട്ടതും അവളുടെ അച്ഛൻ പറഞ്ഞു, ഇതാണ് എന്റെ ചേട്ടൻ. നീ ആദ്യമായിട്ടാ ഇവനെ കാണുന്നത്. ഇവന് ഇംഗ്ലീഷ് ഭാഷ ഒട്ടും അറിയില്ല. അതുകൊണ്ട് അവൻ ഫ്രഞ്ചിലാണ് നിന്നോട് സംസാരിച്ചത്. അതൊക്കെ പോട്ടെ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഞാനാണ് എന്റെ ബാച്ചിലെ നമ്പർ 1 സ്റ്റുഡന്റ്. അത് കേട്ടതും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി. എന്നിട്ട് നേരെ അവളുടെ മുറിയിലേക്ക് പോയി. നായികയുടെ മുറിയിൽ അവൾ പെറ്റായി വളർത്തുന്ന സംസാരിക്കുന്ന ഒരു എലി ഉണ്ടായിരുന്നു. ഈ എലിയുടെ പേര് മക്സ് എന്നാണ്. നായിക നടന്ന കാര്യങ്ങളെല്ലാം മക്സിനോട് പറഞ്ഞിട്ട് ആ പൊട്ടിപ്പോയ ക്രിസ്റ്റൽ മക്സിനെ കാണിച്ചു. നിന്റെ ക്രിസ്റ്റൽ ബാൾ പൊട്ടിപ്പോയോ? നിന്റെ മാന്ത്രിക വടി ഉപയോഗിച്ച് നീ ഇത് ശരിയാക്കാൻ നോക്കിയില്ലേ? അതൊക്കെ ഞാൻ കുറെ ട്രൈ ചെയ്ത് നോക്കി. ഒരു മാന്ത്രിക ശക്തിയും ഇതിൽ വർക്കാവില്ല. വിച്ചസ് ബാളിന് ഇനി ഒരാഴ്ചയെ സമയമുള്ളൂ. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഇത് റെഡിയാക്കണം. അന്ന് രാത്രി ഡിന്നർ കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് നായികയുടെ അച്ഛൻ അവളോട് ചോദിച്ചു, നീയല്ലേ ക്ലാസ് ഫസ്റ്റ്? അപ്പോൾ ആ ക്രിസ്റ്റൽ ബാൾ നിനക്ക് ടീച്ചർ തന്നു കാണുമല്ലോ. ഇല്ല അച്ഛാ, ടീച്ചർ എനിക്ക് അത് ഇതുവരെ തന്നില്ല. ചിലപ്പോൾ ഉടനെ തന്നെ തരുമായിരിക്കും. അല്ല, ആ ക്രിസ്റ്റൽ ബാൾ അത്രയ്ക്ക് പവർഫുൾ ആണോ? ഒരുപക്ഷെ അത് കാണാതായാലോ, നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയാലോ എന്ത് ചെയ്യും? അത് കേട്ടതും നായികയുടെ അച്ഛൻ പറഞ്ഞു, നിന്റെ കസിൻ പഠിക്കുന്ന സമയത്ത് അവൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നീ ഈ കാര്യം
അവളോട് ചോദിച്ചു നോക്ക്. ദേ ഇതാണ് നായികയുടെ കസിൻ. ഇവളൊരു ബേക്കറി നടത്തുവാണ്. ഇവളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നയാൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഇവൾ മൈൻഡ് റീഡ് ചെയ്ത് മനസ്സിലാക്കും. പെട്ടെന്നാണ് നായിക അങ്ങോട്ടേക്ക് വരുന്നത്. അവളെ കണ്ടതും അവളുടെ മൈൻഡ് റീഡ് ചെയ്തിട്ട് പറഞ്ഞു, ആഹാ നീ ക്ലാസ് ഫസ്റ്റ് ആയില്ലേ, കൺഗ്രാറ്റുലേഷൻസ്. എന്നാൽ ഇത് കേട്ട നായിക വളരെ സങ്കടത്തോടെ ആ പൊട്ടിപ്പോയ ക്രിസ്റ്റൽ എടുത്ത് അവളുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. നിനക്ക് കിട്ടി ക്രിസ്റ്റൽ വാള് നീ പൊട്ടിച്ചോ? ഞാൻ പഠിക്കുന്ന സമയത്തും എന്റെ ക്ലാസ് ടോപ്പർ സ്റ്റുഡന്റ് ഇതുപോലെ ക്രിസ്റ്റൽ വാള് പൊട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് ആ വർഷത്തെ വിച്ചസ് വാള് സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞാണ് ഞങ്ങൾക്കൊക്കെ ഗ്രാജുവേഷൻ കിട്ടിയത്. അല്ല ഇതെങ്ങനെ സംഭവിച്ചത്? അത് കേട്ടത് നായിക നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. ഹാലോവിൻ ഡേക്ക് ഇനി ഒരാഴ്ചയായി സമയമുള്ളൂ. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും എനിക്കിത് ശരിയാക്കണം. അതിന് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ. എന്നെ കൊണ്ട് ഇത് ശരിയാക്കാനൊന്നും പറ്റില്ല, പക്ഷെ എന്റെ പെറ്റിന് ചിലപ്പോൾ നിന്നെ സഹായിക്കാൻ പറ്റിയേക്കും. അതും പറഞ്ഞ് അവളുടെ പെറ്റായ ഒരു പംകിനോട് അവൾ സഹായം ചോദിച്ചു. അത് കേട്ടതും ആ പംകിൻ പറഞ്ഞു, ഈ ക്രിസ്റ്റൽ വാൾ ശരിയാക്കാൻ നീ 3 മന്ത്രവാദികളെ കാണണം. ആദ്യം നീ അതിയായ ജ്ഞാനമുള്ള ഒരു മന്ത്രവാദി കണ്ടുപിടിക്കണം. അതിനുശേഷം കൈൻഡ്നെസ് ഉള്ള ഒരു മന്ത്രവാദി കണ്ടുപിടിക്കണം. ഏറ്റവും അവസാനം ശുദ്ധമായ സ്നേഹത്തിന്റെ ശക്തിയുള്ള ഒരു മന്ത്രവാദിയെ നീ കണ്ടുപിടിക്കണം. ഇവർ 3 പേരും വിചാരിച്ചാൽ മാത്രമേ ആ ക്രിസ്റ്റൽ വാൾ വീണ്ടും പഴയ പോലെ ആക്കാൻ പറ്റൂ. അത് കേട്ടത് നായിക പറഞ്ഞു, അല്ല ഈ 3 മന്ത്രവാദികളെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാന്? ഉടനെ തന്നെ ആ പംകിൻ ഒരു മാപ്പ് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ദേ ഈ മാപ്പിൽ കുറച്ച് ക്ലൂസ് ഉണ്ട്. അത് സോൾവ് ചെയ്ത് പോയാൽ പോകാനുള്ള വഴി ഈ മാപ്പ് കാണിച്ചു തരും. അപ്പോഴാണ് അവളുടെ കസിൻ ചോദിക്കുന്നത്, അല്ല നീ ഈ കാര്യം നിന്റെ അച്ഛനോടും അമ്മയോടും പറയാഞ്ഞതെന്താ? അവരറിഞ്ഞിരുന്നതിൽ നിന്നെ ഉറപ്പായി ഹെൽപ്പ് ചെയ്തേനെ. വേണ്ട, ഇത് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് തനിയെ സോൾവ് ചെയ്യണം. അതും പറഞ്ഞുകൊണ്ട് അവൾ പോകാനായി ഇറങ്ങുമ്പോഴാണ് അവളുടെ കസിൻ ഒരു ബോട്ടിൽ നിറയെ മിന്നാമിനുങ്ങുകളെ അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. പോകുന്ന വഴി നിനക്ക് വഴി തെറ്റി പോയാൽ ഈ മിന്നാമിനുങ്ങുകൾ നിനക്ക് വഴി കാണിച്ചു തരും. അത് കേട്ടതും നായിക വളരെ സന്തോഷത്തോടെ അതും വാങ്ങി അവിടുന്ന് പോയി. അങ്ങനെ അവൾ നേരെ വീട്ടിലേക്ക് പോയി അവളുടെ പെറ്റായ ആ മക്സിനെയും കൂട്ടി നേരെ കാട്ടിലേക്ക് പോകാൻ തുടങ്ങി. കാട്ടിലേക്ക് പോകാൻ മൊത്തം 2 വഴിയുണ്ട്. എന്നാൽ ഏത് വഴിയാ പോകേണ്ടതെന്ന് അവൾക്ക് യാതൊരു ഐഡിയയും ഇല്ല. അതുകൊണ്ട് തന്നെ അവളുടെ കസിൻ കൊടുത്ത ആ മിന്നാമിനുകളെ ഇപ്പം യൂസ് ചെയ്യാൻ അവൾ തീരുമാനിച്ചു. ബാഗിലിരുന്ന ആ ബോട്ടിലെടുത്ത് എനിക്ക് വഴി കാണിക്ക് എന്നും പറഞ്ഞ് അവൾ ആ ബോട്ടിൽ ഓപ്പൺ ചെയ്തതും ആ മിന്നാമിനുകൾ കാട്ടിലേക്ക് പറക്കാൻ തുടങ്ങി. ഇത് കണ്ട നായിക അവരെ ഫോളോ ചെയ്ത് നേരെ കാട്ടിലെത്തി. എന്നാൽ ഒരു സ്ഥലത്ത് എത്തിയതും ആ മിന്നാമിനുകൾ നേരെ ആകാശത്തേക്ക് പറന്നുപോയി. അത് കണ്ടതും നായികയൊക്കെ ടെൻഷനായി. അത് പോയല്ലോ, പക്ഷെ ഇവിടെയെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. അത് കേട്ടതും അവളുടെ പെറ്റായ മക്സ് പറഞ്ഞു, നീ ആ മാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്, അതിൽ എന്തെങ്കിലും ക്ലൂ ഉണ്ടാകും. അത് കേട്ട് നായിക ആ മാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയതും അതിനകത്ത് എന്തോന്ന് എഴുതി കാണിക്കാൻ തുടങ്ങി. നിനക്ക് ജ്ഞാനം വേണമെങ്കിൽ നീ എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ഞാനെന്ത് ചോദ്യം ചോദിക്കാനാ? ആ ജ്ഞാനമുള്ള മന്ത്രവാദി എവിടെയാണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. പെട്ടെന്നാണ് ഒരു ചെറിയ മന്ത്രവാദി അവരുടെ അടുത്തേക്ക് വരുന്നത്. നിങ്ങൾ തിരക്കി വന്ന ആ ജ്ഞാനമുള്ള മന്ത്രവാദി ഞാനാണ്. എന്നാൽ ഈ മന്ത്രവാദി കണ്ടത് മക്സിന് ചിരി വന്നു. നീയാണോ ഇത്ര വലിയ മന്ത്രവാദി? നീ എന്നേക്കാൾ ചെറുതാണല്ലോ. എന്നാൽ ഇത് കേട്ട നായിക പറഞ്ഞു, ഒരാളുടെ സൈസ് വെച്ച് നീ ആരെയും കളിയാക്കാൻ പാടില്ല. എന്നാൽ അവൾ ഈ പറഞ്ഞ കാര്യം ആ മന്ത്രവാദിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് നിങ്ങളുടെ സഹായം വേണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം വന്നത്. അത് കേട്ടതും ആ മന്ത്രവാദി പറഞ്ഞു, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ആദ്യം നിന്റെ കയ്യിലുള്ള പൊട്ടിയ ആ ബോളിന്റെ പീസ് എടുത്ത് താഴെ വെക്ക്. അത് കേട്ടതും നായിക ആ ക്രിസ്റ്റലിനെ 4 പീസും താഴെ നിരത്തി വെച്ചു. ഉടനെ തന്നെ ആ മന്ത്രവാദി അവന്റെ പവർ ഉപയോഗിച്ച് അതിലുള്ള 2 പീസുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ചു കൊടുത്തു. അത് കണ്ടതും നായികയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഈ ഒരു സഹായം ഞാൻ ഒരിക്കലും മറക്കില്ലെന്നും പറഞ്ഞ് ബാക്കി പീസുകൾ എടുത്ത് ബാഗിലേക്ക് വെച്ചിട്ട് അവൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. അടുത്ത ദിവസം രാവിലെ നായിക ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോഴത് അവളുടെ അമ്മയും മുത്തശ്ശിയും അവളുടെ മുന്നിൽ നിൽക്കുന്നു. വേഗം എഴുന്നേൽക്ക്, നമുക്ക് ഷോപ്പിങ്ങിന് പോകാമെന്നും പറഞ്ഞ് അവർ നായികയെ വിളിച്ചുകൊണ്ട് നേരെ ഒരു തുണിക്കടയിലേക്ക് പോയി. വരാൻ പോകുന്ന വിച്ചസ് പാളിൽ ഡ്രസ് എടുക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നത്. നായിക പലതരത്തിലുള്ള ഡ്രസ് ഇട്ടോണ്ട് വന്നെങ്കിലും അതൊന്നും അവളുടെ അമ്മയ്ക്കും മുത്തശ്ശിക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല. അതോടെ ദേഷ്യം വന്ന നായിക പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ ഡ്രസ് സെലക്ട് ചെയ്യും, എന്റെ ഡ്രസ് ലാസ്റ്റ് സെലക്ട് ചെയ്യാം. അങ്ങനെ നായികയുടെ അമ്മ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ ഡ്രസ് സെലക്ട് ചെയ്തു. പെട്ടെന്നാണ് ആ ഷോപ്പിലേക്ക് ജാസ്മിനും അവളുടെ ഫ്രണ്ടും വരുന്നത്. എന്നാൽ അവൾ അഹങ്കാരമൊന്നും കാണിക്കാതെ നായികയുടെ അമ്മയോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങി. വിച്ചസ് പാളിന് നിങ്ങൾ ഏത് പാട്ടാ പാടാൻ പോകുന്നതെന്ന് അവൾ നൈസായിട്ട് ചോദിച്ചു മനസ്സിലാക്കി. അല്ല ആന്റി, ഡ്രസ് എടുക്കാൻ വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തോ? അതെ, എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കേട്ടതും ജാസ്മിൻ അവളുടെ പവർ ഉപയോഗിച്ച് ആ ഷോപ്പിലുള്ള എല്ലാ ഡ്രസ്സും അവളങ്ങ് എടുത്തു. എന്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു, ഞാൻ പോകുവാണെന്നും പറഞ്ഞ് ജാസ്മിൻ അവിടുന്ന് തിരിച്ചുപോയി. എന്നാൽ നായിക ഇതുവരെ ഒരു ഡ്രസ് പോലും സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോഴാണ് അവിടെ ഒരേ ഒരു ഓറഞ്ച് കളർ ഡ്രസ് ഇരിക്കുന്നത് നായിക കാണുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സിന്റെ കളർ മന്ത്രവാദിനികൾക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് നായിക ആ ഡ്രസ് സെലക്ട് ചെയ്തു. ഇതേസമയം നായികയുടെ മുത്തശ്ശൻ നായിക കാണാനെ അവളുടെ നാട്ടിലേക്ക് എത്തി.
എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതും അവിടെ വെച്ച് അയാൾ എന്തോ ഒരു മാജിക് യൂസ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ എയർപോർട്ടിൽ വെച്ച് മാജിക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു റൂൾ ഉണ്ടായിരുന്നു. ആ റൂള് തെറ്റിച്ച് അയാൾ മാജിക് യൂസ് ചെയ്തതുകൊണ്ട് പോലീസ് അയാളെ പിടിച്ച് ജയിലിലടച്ചു. എന്നാൽ ഈ കാര്യം അയാളുടെ പെറ്റ് വഴി നായികയുടെ അച്ഛനെ അറിയിച്ചു. ഇതേസമയം നായികയുടെ ആ രണ്ടാമത്തെ മന്ത്രവാദിയായ കൈൻഡ്നെസ് സ്വിച്ചിനെ തേടി കാട്ടിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന മാപ്പ് യൂസ് ചെയ്ത് അവൾ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തെത്തി. പെട്ടെന്നാണ് അവളുടെ അടുത്തേക്ക് ഒരു ചെറിയ പ്രാണി പറന്നു വന്നിരിക്കുന്നത്. എന്നാൽ ഇനി എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അവൾക്ക് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. പെട്ടെന്നാണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന മാപ്പിൽ എഴുതി കാണിക്കുന്നത്, നിന്റെ അടുത്തുപോൾ ചെറിയൊരു പ്രാണി വന്നിട്ടുണ്ടാകും. ആ പ്രാണിയെ പിടിച്ച് തിന്നു കഴിഞ്ഞാൽ ആ പ്രാണിയുടെ ശക്തി നിനക്ക് കിട്ടും. അങ്ങനെ നിനക്ക് ആ കൈൻഡ്നെസ് സ്വിച്ചിനെ ഈസിയായിട്ട് കണ്ടുപിടിക്കാമെന്ന് അവളുടെ മാപ്പിൽ എഴുതി കാണിച്ചു. അവളത് വായിച്ചു കഴിഞ്ഞത് മക്സ് അവളോട് പറഞ്ഞു, ഇനി നീ ഒന്ന് ചിന്തിക്കണ്ട, എങ്ങനെങ്കിലും ആ പ്രാണിയെ പിടിച്ച് തിന്ന്. എന്നാൽ നായികയ്ക്ക് ആ പ്രാണിയെ കണ്ടിട്ട് അതിനെ തിന്നാൻ മനസ്സൊന്നില്ല. എനിക്ക് നിന്നെ തിന്നാനൊന്നും കഴിയില്ലെന്നും പറഞ്ഞ് അവൾ അവളുടെ മാന്ത്രിക വടിയെടുത്ത് അതിലൊരു കയറ് വരുത്തി ആ പ്രാണിയെ കെട്ടിയിട്ടു. പെട്ടെന്നാണ് ആ പ്രാണി അവളെ എങ്ങോട്ടോ വിളിച്ചോണ്ട് പോകുന്നത്. അവൾ പതിയെ അതിനെ ഫോളോ ചെയ്ത് ഒരു നദിയുടെ അടുത്തെത്തി. പെട്ടെന്നാണ് ഒരു മത്സ്യകന്യക കരയിലേക്ക് കയറി വരുന്നത്. അതിനെ കണ്ടത് നായിക ചോദിച്ചു, അപ്പോൾ നിങ്ങളാണല്ലേ ആ കൈൻഡ്നെസ് ഉള്ള മന്ത്രവാദിനി, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. അതും പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം അവൾ ആ മത്സ്യകന്യകയോട് പറഞ്ഞു. എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ക്രിസ്റ്റൽ ബാലെടുത്ത് അവൾ താഴേക്ക് വെച്ചു. ഇത് കണ്ട ആ മത്സ്യകന്യക അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മാന്ത്രിക വെള്ളമെടുത്ത് ആ ക്രിസ്റ്റലിലേക്ക് ഒഴിച്ചതും ആ ക്രിസ്റ്റലിലെ പൊട്ടിപ്പോയ രണ്ട് ഭാഗങ്ങൾ ഓട്ടോമാറ്റിക്കായി വീണ്ടും ഒന്നു ചേർന്നു. ഉടനെ തന്നെ നായിക ചോദിച്ചു, മാപ്പിൽ എഴുതിയതുപോലെ ഞാൻ ആ പ്രാണി കഴിച്ചില്ലല്ലോ, പിന്നെന്തിനാ നിങ്ങൾ എന്നെ സഹായിച്ചത്? അത് കേട്ടതും ആ മത്സ്യകന്യക പറഞ്ഞു, നിന്റെ മാപ്പിൽ ആ പ്രാണിയെ കൊല്ലാനാ എഴുതിയിരുന്നത്, എന്നിട്ടും നീ അത് ചെയ്യാതിരുന്നത് നിനക്ക് നല്ല മനസ്സുള്ളത് കൊണ്ടാ. നിന്റെ നല്ല മനസ്സ് എനിക്ക് ഒരുപാടങ്ങ് ഇഷ്ടമായി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ സഹായിച്ചത്. അത്രയും പറഞ്ഞ് ആ മത്സ്യകന്യക വീണ്ടും ആ നദിയിലേക്ക് ഇറങ്ങിപ്പോയി. എന്നാലും നായിക ഇപ്പോൾ നല്ല സന്തോഷത്തിലാണ്. ഇനി ഒരേ ഒരു മന്ത്രവാദിയെ കൂടെ കണ്ടുപിടിച്ചാൽ ക്രിസ്റ്റല് വീണ്ടും പഴയ പോലെയാക്കാം. ഇനി അവൾ കണ്ടുപിടിക്കേണ്ടത് ശുദ്ധമായ സ്നേഹത്തിന് ശക്തിയുള്ള മന്ത്രവാദിയാണ്. അത് ആരാണെന്ന് അവൾ അന്വേഷിച്ചപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, അത് മറ്റാരുമല്ല അവളുടെ മുത്തശ്ശൻ തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ അവൾ ഓടി വീട്ടിലേക്ക് ചെന്ന് ചോദിച്ചു, മുത്തശ്ശൻ എപ്പോൾ വരുമെന്ന്. അത് കേട്ടതും അവളുടെ മുത്തശ്ശി പറഞ്ഞു, എയർപോർട്ടിൽ വെച്ച് മാജിക് യൂസ് ചെയ്തതുകൊണ്ട് നിന്റെ മുത്തശ്ശനെ പിടിച്ച് ജയിലിലടച്ചു. അത് കേട്ടതും നായികയൊക്കെ തകർന്നുപോയി. നാളെയാണ് വിച്ചസ് പാള് നടക്കാൻ പോകുന്നത്. ഇനി അവൾക്ക് ഒട്ടും സമയമില്ല. മുത്തശ്ശൻ എത്താതെ അവൾക്ക് ആ ക്രിസ്റ്റൽ പൂർണ്ണമായും ശരിയാക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ നേരെ അവളുടെ കസിന്റെ അടുത്തേക്ക് പോയി. എന്നാൽ അവളുടെ കസിൻ അവളെ കണ്ടതും അവളുടെ മൈൻഡ് റീഡ് ചെയ്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അപ്പോൾ നിന്റെ മുത്തശ്ശനായിരുന്നില്ലേ ആ മൂന്നാമത്തെ മന്ത്രവാദി, നിന്റെ മുത്തശ്ശനില്ലാതെ അത് ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്നാണ് അവളെ ആരാ വിളിക്കുന്നത്. അത് കേട്ടതും അവൾ അങ്ങോട്ടേക്ക് പോയി. ആ ഒരു സമയം നോക്കി നായിക ആ പംകിനോട് ചോദിച്ചു, മുത്തശ്ശൻ എന്തായാലും ഇപ്പോഴെങ്ങും ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല, അതുകൊണ്ട് നീ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞതാ. അത് കേട്ടതും ആ പംകിൻ പറഞ്ഞു, രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അതിനു മുമ്പ് നമ്മൾക്കിടയിൽ ചെറിയൊരു ഡീല് വെക്കണം. എനിക്ക് വിച്ചസ് വാൾ അറ്റൻഡ് ചെയ്യണമെന്ന് ഒരുപാട് വർഷത്തെ ആഗ്രഹമാ, പക്ഷെ നിന്റെ കസിൻ എന്നെ കൊണ്ടുപോകില്ല. അതുകൊണ്ട് നീ അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ച് ആ വിച്ചസ് വാളിൽ എന്നെ കൊണ്ടുപോകണം. നീ അതിന് ഓക്കെ പറയുവാണെങ്കിൽ ക്രിസ്റ്റൽ ശരിയാക്കാനുള്ള സെക്കൻഡ് ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. അത് കേട്ടത് നായിക പറഞ്ഞു, ഓ ഇത്രയുള്ളോ? ഇത് അവളെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആദ്യം നീ ആ സെക്കൻഡ് ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞതാ. അങ്ങനെ ആ പംകിൻ പറഞ്ഞു, ഇനി ഡാർക്ക് മാജിക് യൂസ് ചെയ്ത് നിനക്കിത് ശരിയാക്കാൻ പറ്റൂ. ഈ ക്രിസ്റ്റൽ ആരാണ് പൊട്ടിച്ചത് അവരുടെ കണ്ണീര് ഉപയോഗിച്ച് ഈ ക്രിസ്റ്റൽ ശരിയാക്കാൻ പറ്റും. പക്ഷേ ഡാർക്ക് മാജിക് കുറച്ച് അപകടം പിടിച്ചതാണ്. ഇത് ചെയ്യണോ വേണ്ടെന്ന് നിനക്ക് തീരുമാനിക്കാം. ഇതല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ. അതുകൊണ്ട് ഇത് തന്നെ യൂസ് ചെയ്യാമെന്ന് നായിക തീരുമാനിച്ചു. പെട്ടെന്നാണ് അവളുടെ കസിൻ അവിടുന്ന് വരുന്നത് അവൾ കാണുന്നത്. പെട്ടെന്ന് തന്നെ അവൾ അവളുടെ മാന്ത്രിക വടി ഉപയോഗിച്ച് അവളുടെ കസിൻ മൈൻഡ് റീഡ് ചെയ്തിരിക്കാൻ ഒരു സ്പെല്ലിട്ടു. അപ്പോഴേക്കും അവളുടെ കസിൻ അങ്ങോട്ടേക്ക് എത്തി. എന്തുപറ്റി, നിന്റെ മൈൻഡിൽ ഒന്നുമില്ലല്ലോ? സാധാരണ നിന്റെ തലയിൽ എപ്പോഴും 100 ചിന്തകൾ കാണും, പക്ഷെ ഇപ്പോൾ എന്താ ഒന്നുമില്ലാത്തത്? അത് കേട്ടത് നായിക പറഞ്ഞു, അതൊക്കെ പോട്ടെ, എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. നീ എന്താ ഈ പംകിനെ എങ്ങും കൊണ്ടുപോകാത്തത്? അതുകൊണ്ട് ഈ വരുന്ന വിച്ചസ് വാളിൽ നീ നിന്റെ പംകിനെയും കൂട്ടി അവിടെ എത്തണം. അത് കേട്ടതും അവളുടെ കസിൻ ഓക്കെ പറഞ്ഞു. എന്തായാലും ഇത് കേട്ട പംകിന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ തൊട്ടടുത്ത ദിവസമായി. ഇന്നാണ് വിച്ചസ് വാൾ നടക്കാൻ പോകുന്നത്. പല സ്ഥലത്തു നിന്നും പല മന്ത്രവാദികൾ ഇതിൽ പങ്കെടുക്കാനായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ജാസ്മിനും ജാസ്മിന്റെ അമ്മയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അവർ നേരെ വന്ന് നായികയുടെ അമ്മയോട് സംസാരിക്കാൻ തുടങ്ങി. എന്തുപറ്റി, നിങ്ങളുടെ മകൾ ഇതുവരെ വന്നില്ലേ? അതോ ഇനി സ്പീച്ച് ചെയ്യുന്നതോർത്ത് പേടിച്ച് വീട്ടിലിരിക്കുവാണോ? അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ജാസ്മിൻ വളരെ റൂഡായിട്ട് പെരുമാറാൻ തുടങ്ങി. ജാസ്മിൻ മാത്രമല്ല, ജാസ്മിന്റെ അമ്മയും വളരെ റൂഡായിട്ടാണ് പെരുമാറിയത്. ഇതേ സമയം ഇവിടെ വീട്ടിൽ നായിക ആ ഓറഞ്ച് കളർ ഡ്രസ്സൊക്കെ ഇട്ട് പോകാനായി റെഡിയായി നിൽക്കുവാണ്. പക്ഷെ ആ ഡ്രസ്സിന്റെ കളർ അവൾക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് പെട്ടെന്ന് നായികയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്തുപറ്റി, നീ എന്താ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നേ? അത് പിന്നെ എന്റെ ഡ്രസ്സ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നെ കണ്ടാൽ ഒരു മന്ത്രവാദിയാണെന്ന് പോലും ആരും പറയില്ല. അത് കേട്ടതും അവളുടെ അച്ഛൻ പറഞ്ഞു, ഒരു ഡ്രസ്സിലൊന്നും ഒരു കാര്യവുമില്ല. നീ ആരാണോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്രയും പറഞ്ഞ് അവളെ ഇവിടെ
പെട്ടെന്ന് വിളിച്ചോണ്ട് പോയി. ഇതേസമയം ജാസ്മിൻ നേരെ വന്ന് അവളുടെ ടീച്ചറിനോട് ചോദിച്ചു, നായിക വന്നില്ലെങ്കിൽ ആരായിരിക്കും അവൾക്ക് പകരം സ്പീച്ച് കൊടുക്കാൻ പോകുന്നതെന്ന്. അത് കേട്ടതും ടീച്ചർ പറഞ്ഞു, അവൾ കഴിഞ്ഞാൽ സെക്കൻഡ് റാങ്ക് നിനക്കാണ്, അതുകൊണ്ട് അവൾ വന്നില്ലെങ്കിൽ നീ വേണം സ്പീച്ച് കൊടുക്കാൻ. ആണോ? അങ്ങനെയെങ്കിൽ അവൾ വന്നില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല, ഞാൻ സ്പീച്ച് പഠിച്ചിട്ടാ വന്നത്. അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന നായികയുടെ കസിൻ പറഞ്ഞു, ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല, അവളുടെ എത്തിക്കഴിഞ്ഞു എന്നും പറഞ്ഞ് കൈ ചൂണ്ടി കാണിച്ചതും ജാസ്മിൻ അങ്ങോട്ടേക്ക് നോക്കിപ്പിടുക. നായിക ഒരു ദേവതയെ പോലെ ഡ്രസ്സൊക്കെ ഇട്ട് അവളുടെ അച്ഛന്റെ കൈയും പിടിച്ച് അങ്ങോട്ടേക്ക് നടന്നു വരുന്നു. ഇവളിട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ കുറച്ച് വെറൈറ്റി ആയതുകൊണ്ട് പാർട്ടിയിൽ വന്ന എല്ലാ ആൾക്കാരും അവളെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ടായി. ഒരുപാട് പേര് സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്തു. അപ്പോഴാണ് ജാസ്മിനും അവളുടെ അമ്മയും കൂടി ഒരു സോങ് പാടാനായി വരുന്നത്. മുമ്പ് ഒരു ഷോപ്പിൽ വെച്ച് ജാസ്മിൻ നായികയുടെ അമ്മയോട് ഏത് പാട്ടാ പാടുന്നതെന്ന് ചോദിച്ചു മനസ്സിലാക്കിയില്ലേ, അതേ പാട്ട് ജാസ്മിനും അവളുടെ അമ്മയും കൂടി പാടാൻ തുടങ്ങി. അത് കേട്ടതും നായികയുടെ അമ്മ ആകെ തകർന്നുപോയി. നമ്മൾ പാടാൻ വെച്ചിരുന്ന പാട്ടാ അവർ പാടുന്നത്, ഇനിയിപ്പോൾ എന്ത് പാട്ട് പാടും എന്നോർത്ത് അവരാകെ ടെൻഷൻ ആവാൻ തുടങ്ങി. അപ്പോഴാണ് നായിക അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? നമ്മൾ പഠിച്ച പാട്ട് അവർ പാടിയെന്നും പറഞ്ഞ് നമ്മളും അതേ പാട്ട് പാടിയാൽ ഒരു കുഴപ്പമില്ല, എനിക്ക് ഉറപ്പുണ്ട് നമ്മൾക്ക് അവരെക്കാൾ സൂപ്പറായിട്ട് പാടാൻ പറ്റും. അതും പറഞ്ഞുകൊണ്ടവൾ അവളുടെ അമ്മയെ ഫോഴ്സ് ചെയ്ത് വിളിച്ചുകൊണ്ടുപോയി സ്റ്റേജിൽ കയറി അതേ പാട്ട് പാടാൻ തുടങ്ങി. എന്നാൽ ജാസ്മിനും ജാസ്മിന്റെ അമ്മയും പാടിയതിനേക്കാൾ ഇവർ രണ്ടുപേരും നല്ല സൂപ്പറായി പാടിയത് കൊണ്ട് അവിടെയുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അവരുടെ കൂടെ പാട്ട് പാടാൻ തുടങ്ങി. അതും കൂടി ആയതും ജാസ്മിന്റെ അമ്മയ്ക്ക് ആകെ ദേഷ്യം വന്നു. അവളെ അങ്ങോട്ടേക്ക് മാറ്റി വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, നിന്നെ കാരണം ഞാൻ എവിടെ ചെന്നാലും നാണം കെടുക. ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ പറഞ്ഞിട്ട് നീ അതുമായില്ല, ദേ ഇപ്പോൾ പാട്ട് പാടിയതിലും നമ്മൾ തോറ്റുപോയി, എല്ലാത്തിനും കാരണം നീ ഒറ്റരാളാണെന്നും പറഞ്ഞ് അവളുടെ അമ്മ അവളെ കുറെ വഴക്ക് പറഞ്ഞു. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നായിക ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ജാസ്മിൻ ഇപ്പോൾ ഏകദേശം കരയുന്നൊരവസ്ഥയിലായി. അത് കേട്ടതും നായികയുടെ കൂടെ ഉണ്ടായിരുന്ന മക്സ് പറഞ്ഞു, ഇതൊരു നല്ല ചാൻസ് ആണ്, നീയും കൂടി ചെന്ന് അവളെ കളിയാക്കിയാൽ അവൾ ഉറപ്പായും കരയും. അങ്ങനെ അവളുടെ കണ്ണീര് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്റ്റൽ വീണ്ടും പഴയ പോലെ ആക്കിയെടുക്കാം. എന്നാൽ നായിക മക്സ് പറയുന്നത് ഒന്നും കേൾക്കാതെ ഓടിച്ചെന്ന് ജാസ്മിനെ കെട്ടിപ്പിടിച്ചു. അതോടെ ജാസ്മിൻ തിരിച്ച് അവളെയും കെട്ടിപ്പിടിച്ചു. ഞാൻ നിന്നോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും നിനക്ക് എന്നോട് ഒട്ടും ദേഷ്യമില്ലേ? ഏയ് എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ നമ്മൾ അതിനെ കുറിച്ച് ഓർക്കുന്നേ? അത് കേട്ടതും ജാസ്മിൻ പറഞ്ഞു, നിന്റെ ക്രിസ്റ്റൽ വാൾ പൊട്ടിച്ചതിന് എനിക്കിപ്പോൾ നല്ല കുറ്റബോധമുണ്ട്, നീ അത് ശരിയാക്കിയോ? എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. അത് കേട്ടതും മക്സ് പറഞ്ഞു, നിന്റെ കണ്ണീര് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അത് കിട്ടിയാലേ ആ ക്രിസ്റ്റൽ ശരിയാക്കാം. ഏയ് വേണ്ട വേണ്ട, അതൊക്കെ ബ്ലാക്ക് മാജിക് ആണ്, നമ്മൾ അതൊന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ ഇത് കേട്ട ജാസ്മിൻ പറഞ്ഞു, ഏയ് അതൊന്നും കുഴപ്പമില്ല, എങ്ങനെങ്കിലും ഈ ക്രിസ്റ്റൽ ശരിയാക്കണമെന്നും പറഞ്ഞ് അവൾ അവളുടെ മാന്ത്രിക വടി ഉപയോഗിച്ച് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുത്തി അത് ആ ക്രിസ്റ്റൽ വാളിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നാൽ അവിടെ ഒന്നും വർക്കായില്ല. കാരണം ജാസ്മിൻ അറിയാതെ അവളുടെ കണ്ണീരെടുത്ത് ഈ ക്രിസ്റ്റൽ ഒഴിച്ചാൽ മാത്രമേ ഈ ബ്ലാക്ക് മാജിക് വർക്കാവൂ. ഇപ്പോൾ അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതുകൊണ്ട് ആ ബ്ലാക്ക് മാജിക് വർക്കായില്ല. അപ്പോഴേക്കും അവിടെ ഗ്രാജുവേഷൻ സെറിമണി സ്റ്റാർട്ടായി. നായികയുടെ മുത്തശ്ശി നായികയുടെ അമ്മയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി കയ്യിലൊരു ക്രിസ്റ്റൽ വാൾ കൊടുത്തിട്ട് ഒരു പൂർണ്ണ മന്ത്രവാദിയായി നായികയുടെ അമ്മയെ അംഗീകരിച്ചു. അതോടെ നായികയുടെ അമ്മ ഇപ്പോൾ ഒരു ഒഫീഷ്യൽ മന്ത്രവാദിനിയായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് സ്റ്റേജിലേക്ക് വിളിച്ചത് നായികയായിരുന്നു. നായിക സ്റ്റേജിലേക്ക് കയറി വന്ന് എല്ലാവർക്കും ഒരു സ്പീച്ച് കൊടുത്തു. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അതും പറഞ്ഞ് പൊട്ടിപ്പോയ ആ ക്രിസ്റ്റൽ എടുത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അത് കണ്ട് അവിടെയുള്ള എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുവാണ്. എന്റെ കയ്യിൽ നിന്ന് അറിയാതെ ഈ ക്രിസ്റ്റൽ ബാൾ താഴെ വീണ് പൊട്ടിപ്പോയി. രണ്ട് പവർഫുൾ ആയ മന്ത്രവാദികളെ കണ്ടുപിടിച്ച് അവരുടെ സഹായം കൊണ്ട് 4 പീസായിരുന്ന ക്രിസ്റ്റൽ ഞാനിപ്പോൾ 2 പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ 2 പീസും ഒന്നാക്കണമെങ്കിൽ പ്യുവർ ലവ് ഉള്ള ഏതെങ്കിലും ഒരു മന്ത്രവാദിയുടെ സഹായം വേണം. പക്ഷേ അങ്ങനെ ഒരേ ഒരു മന്ത്രവാദിയേ ഉള്ളൂ, അതെന്റെ മുത്തശ്ശനാണ്. പക്ഷേ മുത്തശ്ശൻ ഇപ്പോൾ ജയിലിലായതുകൊണ്ട് എനിക്ക് ഇത് രണ്ടും ഒന്നാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞത് നായികയുടെ അമ്മ പറഞ്ഞു, ഇത്രയും നാളും ഈ നാട്ടിൽ പ്യൂർ ഓഫ് ലവ് ഉള്ള ഒരേ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നുള്ളൂ, അത് നിന്റെ മുത്തശ്ശനാണ്. പക്ഷേ ഇന്ന് ഗ്രാജുവേറ്റ് ആയി ഒരു മന്ത്രവാദിനെ അംഗീകാരം കിട്ടിയ ഞാനും പ്യൂർ ഓഫ് ലവ് ഉള്ള മന്ത്രവാദിനിയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അവരവരുടെ പവർ ഉപയോഗിച്ച് ആ പൊട്ടിപ്പോയ ക്രിസ്റ്റൽ വീണ്ടും ഒന്നാക്കി കൊടുത്തു. അത് കണ്ടതും നായികയ്ക്ക് ഒരുപാട് സന്തോഷമായി. അവൾ അവളുടെ അമ്മയെ കെട്ടിപ്പിടിച്ചു. അത് കണ്ടതും നായികയുടെ മുത്തശ്ശിയും ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ചു. മുത്തശ്ശി മാത്രമല്ല ജാസ്മിനും അവളുടെ ഫ്രണ്ടും കൂടി ഓടി വന്ന് എല്ലാവരും കെട്ടിപ്പിടിച്ചു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.